ചില പേരുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ കെ സുധാകരൻ അല്ലെങ്കിൽ അടൂർ പ്രകാശ്, അങ്ങനെയുള്ള ചില കെ സുധാകരൻ്റെ, അടൂർ പ്രകാശിൻ്റെ മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ഞാൻ കാര്യം പറഞ്ഞു. അതുപോലെ ശ്രീ VM സുധീരൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് പറയാൻ കാരണം പിന്നോജനവിഭാഗങ്ങളിൽ സാമാന്യം ശേഷിയുള്ള, പ്രവർത്തന ശേഷിയുള്ള നേതൃതലത്തിൽ നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ. അവർ കൂടി തഴയപ്പെട്ടാൽ പിന്നെ ഈ പിന്നോക്ക സമുദായങ്ങളിൽ ആരും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മഹാനായ ആർ ശങ്കർ 62 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കി മുഖ്യമന്ത്രിയായിരുന്നു എങ്കിൽ പിന്നീട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി MK രാഘവനും KK വിശ്വനാഥനും അതുപോലെ ശ്രീ വയലാർ രവിയും വക്കം പുരുഷോത്തനും ഒക്കെ ഉയർന്നു വന്നു. അവരെ ആരെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിമാരായി തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഇവരാണ് ഈ സംഘടനയെ കുറച്ച് ശക്തന്മാരായി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മത്സരിക്കണം, ജയിക്കണം, അങ്ങനെ സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ പാർട്ടി അവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള ഒരു അവകാശമൊന്നുമല്ല. അവരെങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. പറയേണ്ടത് ഞാനത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അങ്ങ് പറഞ്ഞതുപോലെ ആർ ശങ്കറിന് ശേഷം ഒരു മുഖ്യമന്ത്രി അങ്ങനെ പിന്നാക്ക വിഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തുനിന്ന് വന്നിട്ടില്ല. VS വരുന്നു, പിണറായി വിജയൻ വരുന്നു. ഒരു വശത്ത് അങ്ങനെ മുഖ്യമന്ത്രിമാരുണ്ടാകുമ്പോൾ ഈ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ആരാണോ ചോരയും നീരും കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്, ആ സമുദായത്തിൽ നിന്നല്ല ആദ്യത്തെ മുഖ്യമന്ത്രിമാരൊക്കെ വന്നത്. ആദ്യകാലത്ത് നമുക്കറിയാം ആരൊക്കെയാണ് മുഖ്യമന്ത്രിമാർ വന്നതെന്ന്. 2006 അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്നതിൻ്റെ പിന്നിൽ ശക്തമായ പ്രേരണ കേരളമോദിയുടേതാണ്, സൂമർ അഴീക്കോടിൻ്റേതാണ്. അദ്ദേഹത്തിന് പാർട്ടി ടിക്കറ്റ് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവ് കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പല നേതാക്കന്മാരും പിന്നോക്ക അധസ്ഥ ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അവരെ ആരെയും പരിഗണിച്ചതായിട്ടുള്ള ചരിത്രമില്ല. ഇപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി പൊതുവിൽ കോൺഗ്രസിൽ നിന്ന് തഴയപ്പെടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവസരം കിട്ടാത്തത് കൊണ്ടാണോ, താല്പര്യക്കുറവുകൊണ്ട്, എന്താണ് ഈ കമ്മ്യൂണിറ്റി പാർട്ടിയോട് അടുക്കാത്തത്? ഒരുപക്ഷെ അങ്ങ് ഈ പറയുന്ന കാരണങ്ങൾ. ആര് പറഞ്ഞോ പാർട്ടിയോട് അടുത്തിട്ടില്ലെന്ന്? കേരളത്തിലെ ഏറ്റവും ബഹുഭൂരിപക്ഷം ജനതയാണ് ഈഴവ ജനസമുദായം. ആ ജനസമുദായം എല്ലാ പാർട്ടികളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒന്നും മനസ്സിലാക്കണം, ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് കൂടിയായിരുന്നു. പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം സംഘടനയെ ശക്തമായത് കൊണ്ടാണ് മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസ് മാത്രമായിട്ട് ഭരണത്തിൽ വന്നത്.